അമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റുകൾ അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ രുചികരമായ ഒരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതായത് ഏത്തക്കായും അച്ചിങ്ങായും ചേർത്തുള്ളൊരു മെഴുക്ക് പുരട്ടി. ഇതിനു മുമ്പ് ഞാനൊരു ഏത്തക്കായ അച്ചിങ്ങ ചേന കൂട്ടിയുള്ളൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയിരുന്നു. അത് ഒത്തിരി പേർക്ക് വളരെ ഇഷ്ടമായിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചിരുന്നു. അപ്പം ഞങ്ങൾ ഇത്തവണ ചേന ഒഴിവാക്കിയേച്ച് ഏത്തക്കായും അച്ചിങ്ങായും ചേർന്നുള്ള ഒരു നാടൻ അച്ചിങ്ങായും ചേർന്നുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കുന്നത്. കേവലം ഒരു 10-15 മിനിറ്റ് മതി ഇത് തയ്യാറാക്കി എടുക്കാൻ. തന്നെയല്ല, അത് നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കി വെച്ച നാളത്തേക്കും അത് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഈ സ്കൂളിലൊക്കെ ചോറൊക്കെ കൊടുത്തു വിടുമ്പോൾ പിള്ളേർക്കൊക്കെ ഒരു ഉലർത്തുകറിയായിട്ട് കൊടുത്തു വിടാനും അത് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നതും. സാധാരണ നമ്മൾ അച്ചിങ്ങ തന്നെ ഉലർത്തും, അച്ചിങ്ങ തോരൻ ഉണ്ടാക്കും, അങ്ങനെയൊക്കെയുള്ള പല പരിപാടിയല്ലേ അച്ചിങ്ങ കൊണ്ട് ചെയ്യണത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഒരു കായും കട ഏത്തക്കായ ആയിരിക്കണം കേട്ടോ ഇട്ടുണ്ടാക്കണ ഒരു മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കണത്. അപ്പം നമുക്ക് കിച്ചണിൽ പോയി മെഴുക്ക് പുരട്ടി തയ്യാറാക്കി കളയാം. നിങ്ങളും അതൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളെല്ലാവരും തന്നെ തയ്യാറാക്കണുണ്ടാകും, എങ്കിലും ഇതൊന്ന് കണ്ടു നോക്കുക, അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. അപ്പം നമുക്ക് പരിപാടി തുടങ്ങിയാലോ? നാടൻ അച്ചിങ്ങയും പച്ച ഏത്തക്കായും മൂത്ത ഏത്തക്കായും ചേർത്തൊരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കുക. അതായത് നമ്മൾ അച്ചിങ്ങയും ഏത്തക്കായും ചേനയും കൂട്ടി 3 ഐറ്റം കൂട്ടി ഒരു മെഴുക്ക് പുരട്ടി കഴിഞ്ഞ വർഷം എടുത്തിട്ടുണ്ട് നമ്മൾ. ഇതിപ്പോ ചേനയില്ല, പകരം നാടൻ അച്ചിങ്ങ പച്ച ഏത്തക്ക നല്ല ടേസ്റ്റ് ആണെന്നല്ല, വളരെ രുചിയാണ്. ചൂടുണ്ടെങ്കിൽ വളരെ രുചിയാണ് വളർത്തണ വഴി തന്നെ. പിന്നെ നമ്മൾ ഏത്തക്കായ അരിയുമ്പോ എപ്പോഴും അച്ചിങ്ങ നീളത്തിലല്ലേ നമ്മൾ ഒടിച്ചെടുക്കണം. അതുപോലെ ഏത്തക്ക നീളത്തിലരിഞ്ഞ അതാണ് കൂടുതൽ നല്ലത്. ഞങ്ങള് അങ്ങനെയാണ് സ്ഥിരം ചെയ്യാറ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടല്ലോ. നമ്മുടെ രീതി ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അച്ചിങ്ങ കഴുകി വാരി നമ്മൾ ഒരു അച്ചിങ്ങ ചട്ടിയിൽ ഒരു സ്വല്പം അടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം വേവാനുള്ള വെള്ളം വേണമല്ലോ. അച്ചിങ്ങ ഒന്ന് തികന്നു കഴിയുമ്പോൾ ഏത്തക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ. അച്ചിങ്ങയ്ക്ക് ആ വേവ് കൂടുതൽ, അധികം വേവില്ല ഇതിന്, എങ്കിലും സ്വല്പം വേവുണ്ട്. അപ്പം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഉപ്പും ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടേച്ച് ഇത് വേവിക്കാൻ വെക്കാം. എന്നിട്ട് ഇത് ഒന്ന് തികന്നു കഴിയുമ്പോൾ കാ ചേർക്കാം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്താലോ? അച്ചിങ്ങ വേവിക്കാൻ നേരത്തെ കഴുകി വരച്ചത് അടിയിൽ വെള്ളം കാണാതെ അച്ചിങ്ങ വേവാനുള്ള വെള്ളം, അത്രയും വെള്ളം മതി ഈ അച്ചിങ്ങയ്ക്ക്. ഇത് ഒരുപാട് വേവുള്ള ടൈപ്പ് അല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചു. ഇനി അതിലേക്ക് അതിന് പാകത്തിനുള്ള ഏത്തക്കായ്ക്കും പാകത്തിനുള്ള ഉപ്പങ്ങ് ചേർക്കാൻ മതി. ഉപ്പിട്ടേച്ച് നമുക്കൊന്ന് ഇത് ചെയ്യണം കേട്ടോ, ഇളക്കി കൊടുക്കണം കേട്ടോ. അതുകൊണ്ട് ഉപ്പ് മീതെ അങ്ങ് ഇട്ടെന്നേ ഉള്ളൂ, നമുക്ക് ഇളക്കി ശരിയാക്കാം. സ്വല്പം മഞ്ഞൾപ്പൊടി. പിന്നെ പച്ചമുളക് ചേർക്കണമെന്നുള്ളവർക്ക് ചേർക്കാം, ഞാൻ ചേർക്കണില്ല. കാരണം എന്നാന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും കൂടെ എരിവാകുമ്പോൾ പിന്നെ എരിവ് കൂടുതലാകും. കാന്താരിമുളക് ചേർക്കണവർക്ക് ചേർക്കാം. ഞാൻ പ്രധാനമായിട്ട് പച്ചമുളകും കാന്താരിമുളകും ഇതിൽ ചേർക്കാത്തത്, ഇത് വേവിക്കുമ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിൽ കടിക്കും, അതുകൊണ്ടാണ് കേട്ടോ ചേർക്കാത്തത്. അത് ചേർക്കണമെന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ്. ഇനി ഇത് നമുക്ക് ഇന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് മിക്സ് ആവാനായിട്ട്. ഇപ്പൊ തന്നെ അടിയിൽ വെള്ളം ഉള്ളതുകൊണ്ട് ലയിച്ചോളൂ അത്. ഇതൊന്ന് തേക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് കായിടാം കേട്ടോ. മൂടി വെച്ചാലോ? മൂടി വെക്കാം. ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് വേവണം. മൂടി വെച്ചോ? മൂടി വയ്ക്കോ. ഞാൻ അവിടെ ഇരുന്ന് വേവട്ടെ. നമ്മൾ അച്ചിങ്ങയിൽ കുറച്ച് വെള്ളമല്ലേ ഒഴിച്ച് വേവിക്കാൻ വെച്ചോ. അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയത് കണ്ട. ഇനി ഇതേ വെള്ളത്തിലിട്ടിരുന്ന കായ അരിഞ്ഞ് നമ്മൾ വെള്ളത്തിലാട്ടോ ഇടണം, കറ പോവാനായിട്ട്. കായ അരിഞ്ഞ് വെള്ളത്തിലിട്ട് ഒരു 4-5 ട്രിപ്പ് കഴുകി വാരി വൃത്തിയാക്കി എടുത്തതാ. കഞ്ഞിവെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് കായുടെ കറ പൊക്കോളും. ഇപ്പൊ വൈകിട്ടായതുകൊണ്ട് രാവിലെ വെച്ച ചോറിന്റെ കഞ്ഞിവെള്ളം ഇല്ലായിരുന്നു കേട്ടോ, അത് കളഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ ചുമ്മാ വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടു ഒരു 2-3 ട്രിപ്പ്, എന്നിട്ട് കഴുകി വൃത്തിയാക്കിയതാട്ടോ. ഇനി ഇത് ഇളക്കണം എന്തിനാണെന്നറിയാമോ? കായ അടിയിട്ട് കിടന്ന് വേവാൻ വേണ്ടിട്ടോ. അച്ചിങ്ങ ഒരുവിധം വേവായി. അച്ചിങ്ങ തിളച്ചിട്ട് മാത്രമേ ഇത് ചേർക്കാവുള്ളൂ, കായ്ക്ക് വേവധികയില്ല. പിന്നെ ഈ വള്ളിയച്ചിങ്ങയൊക്കെ ആണെങ്കിൽ ഇല്ലേ, ഈ വള്ളിയച്ചിങ്ങയ്ക്ക് വേവ് വളരെ കുറവ്. അത് നമ്മൾ തോരനിൽ പറഞ്ഞിട്ടുണ്ട്. അതാണെങ്കിൽ നമുക്ക് കായും അച്ചിങ്ങയും കൂടെ ഒന്നിച്ച് വേവിക്കാം കേട്ടോ. ഇതിന് ഇച്ചിരി വേവുള്ള ഇനാണ്, അതുകൊണ്ടാണ് ആദ്യം ഒന്ന് തിളയ്ക്കാൻ അനുവദിച്ചത് കേട്ടോ.
ഏത്തക്കായും അച്ചിങ്ങയും കൂടെ ഉലത്തണം എനിക്ക് വലിയ ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്. അതെ അതെ അതെ, നല്ല ടേസ്റ്റാണ്. ചൂടുണ്ടാണെങ്കിൽ ഉലത്തി കഴിഞ്ഞ ഉടനെ ആണെങ്കിൽ വളരെ രുചികരമാണ് കഴിക്കാൻ ചോറിന്. ഇങ്ങനെ നമുക്ക് തുറന്ന് നോക്കാം ഇത് വെന്തിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്തു. ഇത് എന്താണെന്നറിയാമോ, ഞാൻ പറഞ്ഞില്ലേ നാടൻ അച്ചിങ്ങ വേവ് കുറവുള്ള അച്ചിങ്ങയാണ്. നമ്മൾ ഇടുന്ന കാണിച്ചു തരുന്നത് രണ്ടും കൂടെ മിക്സ് ആക്കി വെള്ളം വറ്റി ശരിക്ക് വെന്തോ. ഇനിയും ഇത് കഷ്ടി ഒരു 15-20 മിനിറ്റ് എടുത്തിട്ടില്ല കേട്ടോ. അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നു. പിന്നെ അതിൽ നിന്ന് വെള്ളം വന്നത് ഞാൻ കാണിച്ചല്ലോ. ഇനി നമുക്ക് ഈ ഇങ്ങോട്ട് ഇത് മാറ്റുക, എന്നിട്ട് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒലത്താൻ നോക്കാം. മാറ്റിക്കോ. ഒലത്താനായിട്ട് നമ്മള് ഒരു 5-6 ദളം ചുമന്നുള്ളി, ഒരു 4-5 ദളം വെളുത്തുള്ളി, പിന്നെ ഒരു 5-8 കുരുമുളക്, പിന്നെ പതിവ് വേപ്പില. ഇത്രയും നമ്മൾ ചതച്ചോണ്ട് വന്നതാട്ടോ. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഉള്ളിയൊക്കെ എന്തോരാന്ന് വെച്ചാൽ കുരുമുളക് നിർബന്ധമായിട്ട് ചേർക്കണം. കുരുമുളകിന്റെ ടേസ്റ്റ് ഉലത്തണതിന് അച്ചിങ്ങയ്ക്ക് പ്രത്യേകിച്ച് വന്നാൽ നല്ലത്. അച്ചിങ്ങ, ചക്കക്കുരു ഇതിനൊക്കെ വളരെ രുചിയാ കേട്ടോ. ഞാൻ ഗ്യാസ് ഓൺ ചെയ്യുക കേട്ടോ. ഓൺ ചെയ്യാതെ ചീനിച്ചട്ടിയിൽ ഇച്ചിരി വെള്ളം ഉണ്ട്. ആ വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ. അങ്ങനെ ചട്ടി ചൂടായി നമ്മളിത് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണ മുട്ട കഴിയുമ്പോൾ ഉള്ളി ചതച്ചതിടണം. എന്നിട്ട് മുളകിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും ചേർക്കാൻ. അതെ, നമുക്ക് ഉള്ളി ഇട്ടാലോ? ഉള്ളിട്ടോ. ഉള്ളി 2 തരം ഉള്ളി, വേപ്പില, കുരുമുളക് കേട്ടോ. സിമ്മിലാണോ? അല്ല, സിമ്മിലല്ല, ഉള്ളില. പൊടി ഇടുമ്പോൾ സിമ്മിലേക്കാക്കാം കേട്ടോ. ഉള്ളി മൂത്ത് വരണ്ടേ. ഉള്ളി മൂത്ത് തുടങ്ങി. ഇനി ഞാൻ സിമ്മിലേക്ക് മാറ്റുവാണ്. എന്നിട്ട് മുളകും ഇച്ചിരി മഞ്ഞപ്പൊടിയും ചേർക്കണം. നമ്മളിതേ മുളക് ഈ സ്പൂണിന് 1 സ്പൂണാട്ടോ. 1 സ്പൂൺ കണ്ടോ? കാണാമോ? കണ്ടു. മഞ്ഞൾ വേവിച്ചപ്പോൾ ചേർത്താണെങ്കിൽ ഒരു പിടിക്ക് മഞ്ഞളും കൂടെ ചേർക്കണ്ട കേട്ടോ. ഇതിന് നമ്മൾ ചതച്ച മുളക് പൊടിയല്ല കേട്ടോ, ഒറിജിനൽ മറ്റേ മുളക് പൊടിയായിട്ട് തന്നെ ഉള്ളതാണ് ചേർത്താൻ. ഈ മുളക് മതി. എന്നാന്ന് വെച്ചാൽ അച്ചിങ്ങയ്ക്ക് എരിവ് അധികമായ കൊള്ളൂല. കുരുമുളക് ചേർത്തിട്ടുണ്ട്. സിമ്മില. പൊടി ഇടുമ്പോൾ സിമ്മിലാക്കണമെന്നേ. ഇതേ മൂത്തു. ഇട്ടോ. ഇതൊക്കെ പെട്ടെന്നായിരിക്കണം. നല്ല മണമൊക്കെ വന്നുണ്ട്. മൂത്തതിന്റെ മണം. ജസ്റ്റ് നീ ഒന്ന് ഇളക്കിയാ പോരെ? മതി. ഒന്ന് മാറ്റിക്കോ. ചട്ടിന്ന് മാറ്റാനാ മൊത്തം. കൃത്യം ജസ്റ്റ് അങ്ങ് വെള്ളം വച്ച് ഇനി ഒന്ന് ചിക്കി ഇളക്കട്ടെ കേട്ടോ. ഇളക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ചിങ്ങായും ഏത്തക്കായും ചേർന്നുള്ള മെഴുക്ക് പുരട്ടി തയ്യാറായി. കഴിച്ചാൽ മാത്രം മതി. ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. പറയാനും മറ്റേ വാക്കുകൾ ഇപ്പൊ വന്നില്ല. ഈ മഴയും തണുപ്പും പിടിച്ചാ പിന്നെ അല്ലേ. ഇച്ചിരി അതുകൊണ്ട് ഫ്ലെയിം ഇച്ചിരി കൂട്ടി വെച്ചിട്ടുണ്ടമ്മ. എന്തിനാന്ന് വെച്ചാൽ ഒന്ന് വഴന്ന് കിട്ടണത്. അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവൂല. ഉപ്പൊക്കെ മതി. ഉപ്പൊക്കെ ഉണ്ട്. എല്ലാം പാകാം. ഒന്ന് വഴന്നാൽ മതി. ഒന്ന് ഇളക്കി വിടണതാട്ടോ അമ്മ. ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് വഴന്ന് കിട്ടണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് കണ്ടോ? ഏത്തക്ക അമ്മ അരിഞ്ഞപ്പോൾ പറഞ്ഞായിരുന്ന അച്ചിങ്ങയുടെ പോലെ തന്നെ നീളത്തിൽ അരിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇത് കണ്ടോ? കിടക്കണ കണ്ടോ? അത് അമ്മയുടെയൊക്കെ നാട്ടിലും പണ്ട് മുതലേ അമ്മ കണ്ടേക്കണ. അച്ചിങ്ങയും കായും കൂടെ ഉണ്ടാക്കുമ്പോൾ കായ് എപ്പോഴും നീളത്തിലരിയും. പക്ഷെ ബീഫിൻ്റെ കൂടെ കായ ഉണ്ടാക്കുമ്പോൾ ബീഫ് വട്ടത്തിൽ ഇങ്ങനെ നടുക്കോടെ ഒന്ന് കട്ട് ചെയ്തേച്ച് കായ് കട്ട് ചെയ്തേച്ച് വട്ടത്തിലരിയണം. അങ്ങനെ അത് നമുക്ക് ബീഫും കായും കൂടെ ഒരു ദിവസം എടുക്കാം. അപ്പൊ കാണിക്കാം. നല്ല ബീഫാണല്ലോ നമുക്ക് കിട്ടണേ. 2 ആഴ്ച കഴിയട്ടെ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യൂ കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ ഡിഷായിട്ട് വീണ്ടും കാണും വരേക്കും. ബൈ ബൈ, ടേക്ക് കെയർ, സീ യു. അങ്ങനെ നമ്മുടെ ചോറിൻ്റെ കൂടെ അച്ചിങ്ങ പറ ബാക്കി
ഏത്തക്കായും കൂടെയുള്ള ചൂട് മെഴുക്ക് വരട്ടി. ഞാൻ പറഞ്ഞില്ലേ ചൂടുണ്ടെങ്കിൽ അത് ടേസ്റ്റ്. ചൂടിന്റെ ആവി പൊങ്ങണുണ്ട്. അത് ചോറിന്റെയും കറിയുടെ ഒക്കെ ആവി പൊങ്ങണ്ടല്ലേ. ക്യാമറ ഇച്ചിരി മാറ്റിക്കും, അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ചിലപ്പോൾ അതിലേക്ക് വിഷയാവും ചൂട് ചെന്ന് കഴിഞ്ഞാലേ. ഇനി മീൻകറി ഇടട്ടെ.